അപ്പോൾ ഈ വീഡിയോയിൽ കുറച്ച് UI ഇമ്പ്രൂവ്മെൻറ്റ് ആൻഡ് എറർ ഹാൻഡ്ലിംഗ് ആണ് നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം UIയിൽ ജസ്റ്റ് ഫീഡ്ബാക്ക് കാണിക്കുക. എന്തെങ്കിലും ബ്ലോഗ് ആഡ് ചെയ്യുമ്പോഴൊക്കെ നമുക്ക് വല്ല ഡയലോഗോ ടോസ്റ്റ് എന്നതിൽ പറയാം, മെയിനായിട്ട് സ്നാക്ക് ബാർ അല്ലെങ്കിൽ ടോസ്റ്റ്. ഓക്കെ, അതിന് നമുക്ക് സോണർ പറഞ്ഞിട്ടുള്ള ഒരു ടേസ്റ്റ് ഉണ്ട്. ഇതാ sonar.ml coval.sky പറഞ്ഞിട്ട് ജസ്റ്റ് npm ഇൻസ്റ്റാൾ സോണർ കൊടുത്താൽ മതി. അത് ഇൻസ്റ്റാൾ ചെയ്യാം. ഓക്കെ, ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് അത് ടെർമിനലിൽ npm ഇൻസ്റ്റാൾ സോണർ എന്ന് കൊടുക്കുക, ഇൻസ്റ്റാൾ ആവും. അതിന് ശേഷം ഇവിടെ ടോസ്റ്റർ എന്നിട്ട് ഇമ്പോർട്ട് ചെയ്യുക സോണറിന്ന്. ഓക്കെ, അത്രേ ഉള്ളൂ. അത് ഇമ്പോർട്ട് ചെയ്തു. അപ്പോൾ നമ്മുടെ ടോസ്റ്റിൻ്റെ സെറ്റപ്പ് റെഡിയായി. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ പോയിട്ട് ബ്ലോഗ് ആഡ് ചെയ്യണടുത്ത് നാവ് ബാറിൽ ആഡ് ചെയ്യണടുത്ത് ആഡ് ചെയ്തതിന് ശേഷം ഞാൻ ജസ്റ്റ് എന്ത് ചെയ്യാണ്, toast.success ബ്ലോഗ് ആഡ് സക്സസ്ഫുള്ളി ഞാൻ കൊടുത്ത് ഇനി നമുക്ക് ഇന്ന് ആഡ് ചെയ്ത് നോക്കാം ബ്ലോഗ്. കണ്ടോ, ബ്ലോഗ് ആഡ് സക്സസ്ഫുള്ളി ആയിട്ട് ടോസ്റ്റ് ഒന്ന് കണ്ടോ, നൈസല്ലേ. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ചെയ്യാനുള്ളത്, ഇപ്പോൾ ഒരു പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇനിയിപ്പോൾ സപ്പോസ് ക്രിയേറ്റ് ബ്ലോഗ് ഞാനിത് തെറ്റിക്കാണ്, ക്രിയേറ്റ് ബ്ലോഗിൻ്റെ ഈ സാധനം, എന്നിട്ട് ഞാൻ അതിൻ്റെ ആപ്പ് തെറ്റിച്ചിട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ബ്ലോഗ് ആഡ് സക്സസ്ഫുള്ളി എന്നാണ് വരുന്നത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ എററാണ് വന്നതെങ്കിൽ പോലും ഇവിടെ ബ്ലോഗ് ആഡ് സക്സസ്ഫുള്ളി എന്നാണ് വരുന്നത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ക്രിയേറ്റ് ബ്ലോഗ് എന്നുള്ള ഫംഗ്ഷൻ വിളിച്ചു, അത് കഴിയുന്നവരെ വെയിറ്റ് ചെയ്തു, അതിനുശേഷം ഗെറ്റ് ബ്ലോഗ് എന്നുള്ള ഫംഗ്ഷൻ വിളിച്ചു. ഇവിടെ എറർ വന്നോ ഇല്ലേ എന്നൊന്നും നമ്മൾ നോക്കിയിട്ടില്ല. ഓക്കെ, ഇവിടെ എറർ ഇതിൻ്റെ ഇടയ്ക്ക് വന്നോ ഇല്ലേ എന്നുള്ളത് നമ്മൾ നോക്കിയിട്ടില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റിയൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ സാധനം ഉണ്ടല്ലോ, ഈ 3 സാധനം ഇത് കട്ട് ചെയ്യാം, എന്നിട്ട് ട്രൈ ക്യാച്ചിൻ്റെ ഉള്ളിലില്ല, എന്നിട്ട് ഇത് പേസ്റ്റ് ചെയ്യാം. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇവിടെ എറർ വന്നാൽ ക്യാഷൊക്കെ ചാടുന്നതായിരിക്കും നിങ്ങൾ കരുത്ത്, പക്ഷെ ചാടൂല. ഈ ഡിസ്പാച്ച് സാധാരണ രീതിയിൽ എറർ ത്രോ ചെയ്യില്ല. ഡിസ്പാച്ചിൽ എന്തെങ്കിലും എറർ വരുമ്പോൾ അത് ത്രോ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളിത് അൺറാപ്പ് എന്ന് കൊടുക്കണം, അൺറാപ്പ്. ഓക്കെ, അങ്ങനെ ആകുമ്പോൾ ക്യാച്ചിലോട്ട് ചാടും. ഓക്കെ, അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് എറർ മെസ്സേജ് കാണിക്കാൻ പറ്റും. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. അതാണ് നമ്മുടെ ഒരു ലോജിക്ക് വരുന്നത്. റിക്വസ്റ്റ് ഫെയിൽഡ് വിത്ത് സ്റ്റാറ്റസ് കോഡ് 404. ഓക്കെ, അപ്പോൾ അങ്ങനെ നമുക്ക് ഈ സെയിം സംഭവം തന്നെ ഇവിടെ കൊണ്ടുവരാം, ഇവിടെയും കൊണ്ടുവരാം. ബ്ലോഗ് പേജിൽ ബ്ലോഗ് കാർഡിൽ ഇവിടെ ട്രൈ ക്യാച്ചിലിടുക, ട്രൈ ക്യാച്ച് ഇവിടെ വേസ്റ്റ്, ഇവിടെ സക്സസ് ആണെങ്കിൽ ടോസ്റ്റ് സക്സസ്, അതേപോലെ ഇത് ഇമ്പോർട്ട് ആയിട്ടില്ല, അതേപോലെ ഫെയിലർ ആണെങ്കിൽ ടോസ്റ്റ്, ബ്ലോഗ് അപ്ഡേറ്റ് നോട്ട് സക്സസ്ഫുൾ, ഫെയിൽഡ് ടു അപ്ഡേറ്റ്, അങ്ങനെ എന്തെങ്കിലും കൊടുത്താലും മതി. ഓക്കെ, സെയിം സംഭവം തന്നെ ഇവിടെയും. ഇവിടെ ഡിലീറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു അലേർട്ടൊക്കെ കൊടുക്കണം കേട്ടോ. അതിൻ്റെ സംഭവങ്ങൾ എവിടെ നിന്ന് കണ്ടെത്തി നമ്മൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ. ഓക്കെ, അപ്പോൾ നമുക്ക് എല്ലാതും ഒന്ന് തെറ്റിച്ച് നോക്കാം. ഡിലീറ്റ് ഇതും തെറ്റിച്ച്. ഓക്കെ, ബ്ലോഗ് ഡിലീറ്റഡ് സക്സസ്ഫുള്ളി എന്നാകുന്നത് കാരണം ഒബ്വിയസ്ലി നമ്മൾ ബ്ലോഗ് കാർഡിൽ ഇത് അൺറാപ്പ് ചെയ്യണില്ല. അൺറാപ്പ് ചെയ്താൽ മാത്രമേ ഇത് എറർ ത്രോ ചെയ്യുള്ളൂ. ഓക്കെ, അതേപോലെ തന്നെ ഇവിടെ അൺറാപ്പ് ചെയ്യണം. അടിയിൽ പോയാൽ ഓക്കെ, ഫെയിൽ ടു ഡിലീറ്റ് ബ്ലോഗ്. ഇതിൻ്റെ കളറ് മാറ്റുന്നുണ്ടെങ്കിൽ റിച്ച് കളർ, റെഡ് കളറൊക്കെ ആക്കണേ, ഇതിൻ്റെ ഉള്ളിൽ റിച്ച് കളറിനുള്ള സാധനം അത് കൊടുത്താൽ മതി. ഫീൽഡ് ചുവപ്പ് കളറായില്ലേ. ഓക്കെ, നമുക്കിത് പഴയപോലെ തന്നെ ആക്കാം. ഒക്കെ സെറ്റാക്കി ഇനി ഡിലീറ്റ് ചെയ്യാൻ ആഡ് ചെയ്യാം. കാരണം ബ്ലോഗ് ആഡ് സക്സസ്ഫുള്ളി. ഓക്കെ, സെറ്റാണ് ഇപ്പോൾ ബ്ലോഗ് ഡിലീറ്റഡ് സക്സസ്ഫുള്ളി. അപ്പോൾ നമ്മൾ ടോസ്റ്റും കാര്യങ്ങളൊക്കെ റെഡി.